ഹലോ ഹായ്. ബ്രാൻഡിങ് പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉള്ള ഒരു ഏരിയയാണ് ശരിക്കും ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലപ്പോഴും ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിസൈൻസ് ചെയ്യുക, ലോഗോ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ കളർ തീം ചെയ്യുക, ടാഗ് ലൈൻ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ മാത്രമാണ് ബ്രാൻഡിങ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ശരിക്കും ഈ ലോഗോസ് ഒക്കെ അതൊക്കെ ഫേമസ് ലോഗോസ് ആണ്. നമുക്കറിയാം നൈക്കിൻ്റെ ലോഗോ അറിയാം, ആമസോണിൻ്റെ ലോഗോ അറിയാം, ആപ്പിളിൻ്റെ, ഗൂഗിളിൻ്റെ, കൊക്കക്കോള. ഈ ലോഗോ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഒരു ഇംപ്രഷൻ കിട്ടുന്നുണ്ട് അല്ലേ. നൈക്ക് എന്ന് കാണുമ്പോൾ നമുക്കൊരു ഇംപ്രഷൻ കിട്ടുന്നുണ്ട്, ആമസോണിൻ്റെ ലോഗോ കാണുമ്പോൾ നമുക്ക് ഇംപ്രഷൻ കിട്ടുന്നുണ്ട്, ആപ്പിളിൻ്റെ ലോഗോ കാണുമ്പോൾ ഒരു ഇംപ്രഷൻ കിട്ടുന്നുണ്ട്. ഓരോന്നിൻ്റെ ലോഗോ കാണുമ്പോൾ നമുക്കൊരു ഇംപ്രഷനും ഒരു ബ്രാൻഡ് വാല്യൂ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും എന്തല്ല, ഈ ഡിസൈനോട് വരുന്നതല്ല. ഈ ഡിസൈൻ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇംപ്രഷൻ കിട്ടുന്നു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും അല്ല. ഈ ഡിസൈൻ ശരിക്കും ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് മാത്രമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഒരു ബ്രിഡ്ജിങ് ആണ്. ഈ ഡിസൈൻ ലോഗോ കാണുന്ന സമയത്ത്, ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ ഈ ലോഗോ കാണുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിനോട് നമുക്കൊരു പെർട്ടിക്കുലർ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതൊക്കെ ഒരു ബ്രാൻഡ് വാല്യൂ എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ ഒരിക്കലും ഡിസൈനിൽ ഫോക്കസ്ഡ് ആയിട്ടല്ല ശരിക്കും എന്ത് ചെയ്യുന്നത്, ബ്രാൻഡിങ് എന്നുള്ളൊരു സംഗതി നടക്കുന്നത്. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ആമസോൺ CEO ആയിട്ടുള്ള ജെഫ് ബെസോസ് ആണ്. ആമസോൺ CEO ആയിട്ടുള്ള ജെഫ് ബെസോസ് പറഞ്ഞാൽ യുവർ ബ്രാൻഡ് ഈസ് വാട്ട് അതർ പീപ്പിൾ സേ അബൌട്ട് യു വെൻ യു ആർ നോട്ട് ഇൻ ദ റൂം എന്നാണ്. നമ്മൾ റൂമിൽ ഇല്ലാത്ത സമയത്ത് നമ്മളെ പറ്റിയ ആളുകൾ എന്ത് പറയുന്നോ അതാണ് നമ്മളുടെ ബ്രാൻഡ് എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെത്തേഡാണ്. അത് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മളുടെ ഒരു ആളുകളുടെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ളൊരു ഇംപ്രഷൻ എന്താണ്, അവർ നമ്മളെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്, അതാണ് ശരിക്കും ബ്രാൻഡ് എന്നുള്ളതാണ്. നമ്മളൊരു പ്രൊഡക്റ്റൊക്കെ കാണുന്ന സമയത്ത് അത് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളൊരു ചോയ്സ് ഡിസൈഡ് ചെയ്യിപ്പിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ബ്രാൻഡിനോടുള്ളൊരു ഇംപ്രഷൻ വരുത്തുന്നുണ്ട്. കുറേ ലോജിക്കലി ചിന്തിച്ചിട്ടൊന്നുമല്ല നമ്മൾ എന്ത് ചെയ്യണത്, ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത്. നമുക്ക് ആ ബ്രാൻഡ് ഇറ്റ്സെൽഫ് നമുക്കൊരു കണക്ഷൻ, ഇമോഷണലി ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആപ്പിളിൻ്റെ ഓരോ പുതിയ സീരീസൊക്കെ വരുന്ന സമയത്ത് ചെറിയ ചെറിയ ടെക്നോളജിക്കൽ മാറ്റമാണെങ്കിൽ കൂടി ആളുകൾ വരി നിന്ന് വാങ്ങുന്നതിൻ്റെ ഒക്കെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇംപ്രഷനാണ്. ശരിക്കും കുറേ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഗെട്ടെന്നുള്ളൊരു ഫീലിംഗ് ആ ഒരു ബ്രാൻഡുമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ബ്രാൻഡിനെ ബിൽഡ് ചെയ്യുന്ന സമയത്തുള്ള ഒരു മെയിൻ ടേമാണ് ഇമോഷണൽ കണക്ഷൻ എന്നുള്ളത്. ബ്രാൻഡുകൾക്ക് ആളുകളുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ അത് സക്സസ് ആവണമെങ്കിൽ അത് നമ്മളുടെ ഓഡിയൻസുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ വരണം. ആ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ബ്രാൻഡിങ് ആവുന്നത്. അപ്പോൾ കേവലം ഡിസൈൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഇമോഷണൽ കണക്ഷൻ എന്ന് നോക്കാം. ഏത് ബിസിനസ്സിലും പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഉണ്ടാവും. ആ സർവീസസിന് പറയുന്ന സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സുകളും ഒക്കെ ഉണ്ടാവും. ടോപ്പ് എൻഡിൽ ഇപ്പോൾ സാധാരണ ഗതിയിലൊക്കെ ബിസിനസ്സുകൾ അവരുടെ ബിസിനസ്സിനെ പ്രസൻറ്റ് ചെയ്യുക, അവരെന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ബിസിനസ് എന്താണ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ഫോക്കസ് ചെയ്ത് പറയാം. അതാണ് നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഫീച്ചേഴ്സ് എന്നുള്ളത്. ശരിക്കും ആ ഫീച്ചേഴ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ഡിഗ് ഡൗൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ആളുകൾ വാങ്ങുന്ന സമയത്ത് അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളത് വേറൊരു തലത്തിലായിരിക്കും. നമ്മൾ കൊടുക്കുന്ന പെർട്ടിക്കുലർ പ്രൊഡക്റ്റോ സർവീസോ ആളുകൾ വാങ്ങുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ള ഒരു ഡിഗ് ഡൗൺ അനാലിസിസ് ശരിക്കും നമ്മൾ ബിസിനസ്സിൽ ചെയ്യേണ്ടതുണ്ട്. ആ ഫങ്ഷണൽ ബെനിഫിറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഷർട്ട് വാങ്ങണം, ഞാനിപ്പോൾ ഈ ഷർട്ട് വാങ്ങണേ, ഷർട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, പിന്നെ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് പറയാം. പക്ഷേ ഞാൻ വാങ്ങുന്നത് എന്തിനാണ്? എൻ്റെ ശരീരം മറക്കാനാണ് അല്ലേ. നമ്മളൊരിക്കലും ഈ ലെങ്ത്തും ഇതൊന്നിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരീരം മറക്കുക. അതാണ് നമ്മൾ ശരിക്കും ഫങ്ഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഫങ്ഷണലി അതിന് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇമോഷണലി കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവും. ശരിക്കും ശരീരം മറക്കാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ഡ്രസ്സ് വാങ്ങുന്നത്, ഷർട്ടൊക്കെ വാങ്ങുന്നത്? ഒരിക്കലും അല്ല. നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുക, നമ്മളെ എക്സ്പ്രസ് ചെയ്യുക, സെൽഫ് എക്സ്പ്രസ് ചെയ്യുക, നമ്മളൊരു ഭാഗത്ത് വരുന്ന സമയത്ത് നമ്മളുടെ ഇംപ്രഷൻ കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഒരുപാട് ഇമോഷണലി ഉള്ള ബെനിഫിറ്റുകൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ അകത്തുണ്ടാവും. അതിൽ നിന്നും ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഇമോഷൻ ഉണ്ടാവും. ഒരുപാട് ഇമോഷണൽ ബെനിഫിറ്റുകളിൽ നിന്നും ഉണ്ടാവുന്ന ഒരു ലോങ് ടൈം ഇമോഷൻ ഉണ്ടാവും. ആ ഇമോഷനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ബ്രാൻഡിങ്ങിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മളുടെ ബിസിനസ്സിൽ ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആണെന്നുള്ളത് നമ്മൾ കറക്റ്റ് പഠിക്കണം. ആ ഓഡിയൻസിനോട് ഏത് തരത്തിലുള്ള ഇമോഷണൽ കണക്ഷനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. നമ്മളിവിടെ പറഞ്ഞു അതെങ്ങനെ കണ്ടെത്തുന്നുള്ളതിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫീച്ചേഴ്സ് ഉണ്ടാവും, ഫീച്ചേഴ്സിൻ്റെ ഫംഗ്ഷണൽ ബെനിഫിറ്റ് ഉണ്ടാവും, ഇമോഷണൽ ബെനിഫിറ്റ് ഉണ്ടാവും, ഇമോഷൻ ഉണ്ടാവും. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഒരു ഡയമണ്ട് റിംഗ് വിചാരിക്കാം, കൺസിഡർ ചെയ്യാം. ഒരു ഡയമണ്ട് റിംഗ് ബ്രാൻഡാണെന്ന് വിചാരിക്കാം. അത് വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് സെല്ല് ചെയ്യുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിലൊരു കോൺവെർസേഷനിൽ സെല്ല് ചെയ്യുന്ന ആൾ അതിൻ്റെ ഫീച്ചേഴ്സുകൾ കുറേ പറഞ്ഞ് സെല്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കല്ല് ഡയമണ്ട് ഭയങ്കര റയർ ഡയമണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് കുറേ സെല്ല് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ വാങ്ങുന്ന ആൾക്ക് പിന്നെയും അതന്നെ എടുക്കണോ അതോ മറ്റേത് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് ഭയങ്കരമായിട്ടുണ്ടാവും. എന്നാൽ നേരെ മറിച്ച് ഇതിങ്ങനെ പറയാണ്, ഈ പ്രൊഡക്റ്റ്
ഗേൾസിന് പ്രത്യേകിച്ച് ഗേൾസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടൈപ്പ് മോഡലാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കുറച്ചുകൂടെ കണക്റ്റ് ആവുന്നുണ്ട് അല്ലേ? അത് എന്തുകൊണ്ടായിരിക്കും? അത് വാങ്ങുന്ന ആള് യഥാർത്ഥത്തിൽ വാങ്ങുന്നത് എന്തല്ല, ഡയമണ്ട് റിംഗ് അല്ല. ആ ഡയമണ്ട് റിംഗ് വേറൊരാൾക്ക് അതിന്റെ പ്രിയതമക്ക് ഒരു ഭാര്യക്കോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിനൊക്കെ സമ്മാനിക്കാനായിരിക്കും ഇത് വാങ്ങുന്നുണ്ടാവുക. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണ് ശരിക്കും യഥാർത്ഥത്തിൽ വാങ്ങുന്നത്. അപ്പൊ വാങ്ങുന്ന ആള് ശരിക്ക് നമ്മൾ കൊടുക്കുന്ന സംഗതി അല്ല ശരിക്കും ആളുകൾ വാങ്ങുന്നത്. അവർക്ക് അതിൻ്റെ ഒരു ഇമോഷണലി ഉള്ളൊരു ബെനിഫിറ്റ്, ഒരു ആവശ്യം, നീഡ് വേറെ തന്നെ ഉണ്ടാവും. അപ്പൊ അതിനെ കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു പേഴ്സണൽ സോഫ എടുത്തു നോക്കാം. ആ പേഴ്സണൽ സോഫ ഞാൻ വാങ്ങാൻ പോകണമെന്ന് വിചാരിക്കാം. ഞാൻ വാങ്ങാൻ പോകുമ്പോൾ ശരിക്കും സോഫന്റെ കുഷ്യന് കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സുകളാണ്. ശരിക്കും ഫംഗ്ഷനിലെ ബെനിഫിറ്റ് എന്താണ്? എനിക്കവിടെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ വാങ്ങുന്നുണ്ടാവുക രാവിലെ മുതൽ ഒരു രാത്രി വരെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷീണിച്ച് നേരെ വന്ന് കിടന്നുറങ്ങുന്ന എൻ്റെ സാധാരണ റൂട്ടീനിലേക്ക് ഒരു പേഴ്സണൽ സോഫ ഞാൻ വാങ്ങി വെക്കുകയാണ്. എന്തിനാണ്? ഞാൻ കുറച്ച് സമയം അതിലിരുന്നിട്ട് റിലാക്സ് ചെയ്ത് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷം ഞാൻ കിടക്കാൻ പോകുന്നു. അത് എൻ്റെ റൂട്ടീനെ ബെറ്റർ ആക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ ടൈമാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ വാങ്ങുന്നത്. ഒരു പേഴ്സണൽ സോഫിൻ്റെ അപ്പുറത്തേക്ക് ഒരു റിലാക്സേഷൻ ടൈമാണ് യഥാർത്ഥത്തിൽ വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റും ആളും വെച്ച് നോക്കുന്ന സമയത്ത് ആ ആള്, കസ്റ്റമർ അല്ലെങ്കിൽ അതിൻ്റെ കൺസ്യൂമർ, അവരുടെ ഒരു ജേണി ഉണ്ടാവും. കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ഒരു ജേണി ഉണ്ടാവും. അതൊരു ബിഫോർ ലൈഫ് ഉണ്ടാവും. നമ്മൾ പ്രൊഡക്റ്റ് ആ ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടാവും. അതിന് ശേഷം കിട്ടുന്ന ഒരു ആഫ്റ്റർ ലൈഫ് ഉണ്ടാവും. ഇങ്ങനെ ഒരു കസ്റ്റമർ ജേണി കറക്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയാലാണ് ഒരു ബ്രാൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ഇമോഷണൽ ബെനിഫിറ്റിനെയും ഇമോഷനെയൊക്കെ നമ്മൾ കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. അപ്പോൾ ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കസ്റ്റമർ ജേണി മാപ്പിംഗ് ഉണ്ടാക്കണം. കസ്റ്റമർ ജേണി മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ ഐഡിയൽ കസ്റ്റമറിൻ്റെ ഒരു ജേണി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഒരു പ്രധാന ടേമാണ് ശരിക്കും ബ്രാൻഡ് പൊസിഷനിങ് എന്നുള്ളത്. ഇത്തരത്തിൽ ഇമോഷണലി കണക്റ്റ് ആവുന്ന സമയത്ത് ആളുകളുടെ ബ്രെയിനിൽ ഓരോ ബ്രാൻഡിനും ഓരോ പൊസിഷൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ സോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറാമെന്ന് വിചാരിക്കാം. നമ്മളൊരു ബെഡ്റൂമിലേക്കാണ് സോപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പ്രോബബ്ലി ഒരു ലെക്സൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂം പോലത്തെ ഒരു സ്ഥലത്തേക്ക് ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ലെക്സ് പോലത്തെ സോപ്പുകളാണ് കുറച്ചുകൂടെ മാച്ചിങ്. എന്നാൽ അതേ നമ്മളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. ആ ക്ലിനിക്കിലേക്ക് സോപ്പ് വാങ്ങാൻ നിൽക്കുന്ന ഒരു കോൺടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെറ്റോളൊക്കെ പോയി ചൂസ് ചെയ്യൂലേ, ലൈഫ് ബോയ്, ഡെറ്റോളൊക്കെ ചൂസ് ചെയ്യും. അപ്പം നമ്മൾ തന്നെ പല കോൺടെക്സ്റ്റിൽ പല ഇമോഷൻ കയറി വരുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ കുറേ ആലോചിച്ചിട്ടാണോ? അല്ല, നമ്മൾ അറിയാതെ അതിലേക്ക് പോകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയാം. ഓരോ ബ്രാൻഡുകൾക്കും ശരിക്കും നമ്മുടെ മൈൻഡിൽ ഒരു സ്ഥാനം ഉണ്ടാവും. ഇപ്പോൾ ഷർട്ടിൻ്റെ ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഓരോ കോൺടെക്സ്റ്റ് എത്തുന്ന സമയത്ത് ആ വാങ്ങുന്ന സമയത്ത് നമ്മളുടെ ഇമോഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ബ്രാൻഡ് ചൂസ് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബ്രാൻഡിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ബ്രാൻഡിൻ്റെ പൊസിഷനിങ് എന്തായിരിക്കണം എന്നുള്ളത് കൃത്യം മനസ്സിലാക്കണം. അപ്പോൾ അതിനെന്ത് വേണം? നേരത്തെ പറഞ്ഞ പോലെ ഓഡിയൻസ് ആരാന്നുള്ളത് മനസ്സിലാക്കണം. അവർക്ക് എന്താണ് ഇമോഷണലി കൊടുക്കുന്നത് മനസ്സിലാക്കണം. അതിലൂടെ അവരുടെ ബ്രെയിനിൽ എവിടെയാണ് പൊസിഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇതിങ്ങനെ പൊസിഷൻ ആവണമെങ്കിൽ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലേ? അതാണ് ശരിക്കും പൊസിഷനിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എഴുതുന്നതിനാണ് നമ്മൾ പൊസിഷനിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ആ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിൻ്റെ ബ്രെയിനിൽ ആ തരത്തിൽ പ്ലേസ്ഡ് ആവും. അതിനാണ് നമ്മൾ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുക. അപ്പോൾ ഈ പൊസിഷനിങ് സംഭവിക്കുന്നത് ആഡ്സ് എന്നാണ്. നമ്മൾക്കിപ്പോൾ ഓരോ കോൾഗേറ്റ് അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട്. ഇവരൊക്കെ നമ്മളെ ബ്രെയിനിൽ ഇങ്ങനെ പൊസിഷൻഡ് ആവാനുള്ള കാരണം എന്താ? അവരുടെ ആഡ്സ് നമ്മൾ കാണുന്നുണ്ടാവും. അവരുടെ ടാഗ് ലൈൻസ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അത് അവരുടെ പ്രൊഡക്റ്റ് വാങ്ങി നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്, ബ്രാൻഡിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അവർ ആഡിലൂടെയും അല്ലാതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറേ ബ്രാൻഡ് സ്റ്റോറീസ് ഉണ്ടാവും. ഈ സ്റ്റോറീസൊക്കെ ഒരു കമ്പല്ലിങ് സ്റ്റോറി ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ ആഡിലൊക്കെ കാണിക്കുന്ന ശരിക്കും സ്റ്റോറീസാണ്, കമ്പല്ലിങ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. ഒരു സ്റ്റോറി കമ്പല്ലിങ് ആവണമെന്ന് വെച്ചാൽ ആ സ്റ്റോറി കേട്ട അല്ലെങ്കിൽ കണ്ട ആളുകൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ തോന്നുമ്പോഴാണ് അത് കമ്പല്ലിങ് സ്റ്റോറി ആവുക. അപ്പോൾ ഒരു കമ്പല്ലിങ് ആയിട്ടുള്ള ബ്രാൻഡ് സ്റ്റോറീസ് ഉണ്ടാവുക. അതുപോലെ പെർട്ടിക്കുലർ വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പല ബ്രാൻഡുകളും ആ വാല്യൂസുമ്പോഴാണ് നിൽക്കുന്നത്. അപ്പോഴാണെങ്കിൽ എന്തായാലും ഈ രൂപത്തിലെ പ്രൊഡക്റ്റ് ഇറക്കുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട്. എന്തുകൊണ്ടാണ്? അവർ ആ വാല്യൂസ് അവരുടെ എല്ലാ എൻ്റയർ ടീമും എൻ്റയർ ആക്ടിവിറ്റീസിലും അത് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ വിഷ്വൽ ഐഡന്റിറ്റി, അവിടെയാണ് നമ്മൾ പറഞ്ഞ ഡിസൈനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ശരിക്കും വിഷ്വൽ ഐഡന്റിറ്റി. പിന്നെ ബ്രാൻഡ് പെർസോണ ഉണ്ടാവും. ബ്രാൻഡിനെ ഒരു ആളായിട്ട് കാണുന്നതാണ് ബ്രാൻഡ് പെർസോണ. ബ്രാൻഡ് പെർസോണ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഒരു കമ്പനി ഇറ്റ്സെൽഫ് ഒരാളായിട്ടാണ് ശരിക്കും മാർക്കറ്റിൽ അല്ലെങ്കിൽ ആളുകളുടെ പൊസിഷനിങ്ങിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു ഫോണിൽ ഒരു 1000 രൂപ റീചാർജ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ നമ്മളെ ഒരാളെ വിളിക്കാൻ സമയത്ത് അല്ലെങ്കിൽ നെറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഇല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ ബാലൻസ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് ദേഷ്യം വരും. നമ്മൾ 1000 രൂപ അപ്പോൾ റീചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് തോന്നിയിട്ട് അത് അറിയാൻ വേണ്ടിയിട്ട്, ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു മോശം പ്രതികരണം ഉണ്ടാവുന്നത്, ഞങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല എന്നൊക്കെ അവരുടെ പ്രതികരണം ഉണ്ടായാൽ നമ്മൾ ആരായിരിക്കും കുറ്റം പറയാം? നമ്മൾ ഒരിക്കലും
ആ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനല്ല കുറ്റം പറയാം. നമ്മളുടെ സർവീസ് പ്രൊവൈഡർ ആരാണോ, ഇപ്പോൾ എയർടെൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർടെലിനാണ് കുറ്റം പറയാം, വളരെ മോശമാണ് എയർടെൽ, അങ്ങനെയല്ല നമ്മൾ സാധാരണ പറയാം. അപ്പോൾ ഒരു ബ്രാൻഡ് ഒരു ആളെപ്പോലെ ആവുന്നുണ്ട്. ആ ബ്രാൻഡിൻ്റെ അകത്തുള്ള എല്ലാ ടീമുകളും ബിഹേവിയറും ആ ബ്രാൻഡിലേക്കാണ് ബാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ബ്രാൻഡിൻ്റെ പെർസോണ, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പായി വരണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അത് പ്രീ പ്ലാൻ ചെയ്ത് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ ടീം മെമ്പേഴ്സും, നമ്മളെ ആഡ്സും, നമ്മളെ ടാഗ് ലൈനും എല്ലാതും ആ പേഴ്സണാലിറ്റി ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എന്തേക്കാരം നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവും അല്ലേ, കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ ഒരു ഇംപ്രഷൻ ഉണ്ടാവും, കുറച്ച് ഇടവൈകുമ്പോൾ കിട്ടുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവും, അവർ ചെയ്യുന്ന ഹോബീസ് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബ്രെയിനിൽ ഓരോ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ ബ്രാൻഡിൻ്റെ പേഴ്സോണ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പല ആക്ടിവിറ്റീസും അത് ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഒരു ആഡിന് കോപ്പി ചെയ്തുമ്പോൾ തോന്നിയ മാതിരി കോപ്പി ചെയ്താൽ പാടില്ല. നമ്മൾ കോപ്പി ആഡിന് വേണ്ടിയിട്ടൊരു വേർഡിങ്സോ ടാഗ് ലൈനൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആ ബ്രാൻഡിന്റെ പെർസോണ എന്താണെന്ന് മനസ്സിലാക്കി ആ പേഴ്സണാലിറ്റിയിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. ശരിക്കും നമ്മളുടെ ഡിസൈനൊക്കെ നമ്മളുടെ കമ്പനിയും നമ്മളുടെ ഓഡിയൻസും തമ്മിലുള്ള ഡയലോഗാണ്, അല്ലെങ്കിൽ സംസാരമാണ് ശരിക്കും വലിയൊരു ഗ്രാഫിക് ഡിസൈനിങ് പോസ്റ്ററൊക്കെ. അപ്പോൾ അവിടെയൊക്കെ എന്ത് വേണം, ഈ പേഴ്സണാലിറ്റി മാച്ചിങ് ആയിരിക്കണം. എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരെ ശ്രദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പോസ്റ്ററും കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവാണെന്ന് പറയും, പക്ഷേ അതിന്റെ പർപ്പസ് അവിടെ നടന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പേഴ്സോണക്ക് മാച്ചിങ് അല്ലാത്ത രീതിയിലായിരിക്കും ആ പോസ്റ്റർ ഉണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോൾ ആപ്പിളിന് എന്ത് ചെയ്യാം, ഏത് രൂപത്തിലും നമുക്ക് ആഡ് ചെയ്യാം, പക്ഷെ അവരുടെ ആഡൊക്കെ ഒരു സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. വെറുതെ പ്രൊഡക്റ്റിന്റെ അപ്പുറത്തേക്ക് കുറെ ലൈഫ് സ്റ്റൈലൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും അവർ ആഡിനെ കാണിക്കുന്നുണ്ട്, അവരെ പ്രൊഡക്റ്റിനെ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതൊരു സെറ്റ് ഓഫ് പേഴ്സോണയിൽ നിന്നുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സ് അന്ന് തുടങ്ങി വെച്ചൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റിയിൽ തന്നെ നിന്നുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ ബ്രാൻഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കമ്പനീൻ്റെ അകത്തുള്ള കുറെ കൾച്ചർ അതിനനുസരിച്ച് തന്നെ വേണ്ടി വരും. ബ്രാൻഡ് പേഴ്സോണ ഉണ്ടാവണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടീം മെമ്പേഴ്സും ഒക്കെ തമ്മിൽ കുറച്ച് വാല്യൂസും കുറച്ച് കൾച്ചറൊക്കെ ഉണ്ടാവേണ്ടി വരും. നമ്മളുടെ ബ്രാൻഡിന് ഒരു വിഷനും മിഷനും ഉണ്ടാവേണ്ടി വരും. നമുക്ക് പൊതുവെ കേൾക്കാറുള്ളതാണ് ബിസിനസ്സിന്റെ വിഷനും മിഷനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേന് ഇന്ത്യ ഒട്ടാകെ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ടാവുക. അതൊക്കെ ശരിക്കും ബിസിനസ്സിന്റെ വിഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന കാര്യങ്ങളാണ്. ശരിക്കും കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് നമുക്ക് വിഷൻ ഉണ്ട്, എന്താണ് നമ്മളുടെ മിഷൻ, അതാണ് ശരിക്കും ബ്രാൻഡിന്റെ വിഷനും മിഷനും. ഒരു ബിസിനസ്സിന്റെ രണ്ടും വേണം. ബിസിനസ് ടേംസിലുള്ള വിഷനും മിഷനും വേണം, അതേപോലെ തന്നെ ബ്രാൻഡ് ടേംസിലുള്ള വിഷനും മിഷനും ഉണ്ടാവും. നമുക്കൊരു ലോങ് ടേമിൽ നമ്മൾ വേൾഡിൽ എന്ത് ചേഞ്ചാണ് നമ്മളെ ബ്രാൻഡിനെ കൊണ്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ശരിക്കും നമ്മളുടെ വിഷൻ. ഒരു ലോങ് ടേം ഗോളാണ് ശരിക്കും വിഷൻ. അതേപോലെ അതിനു വേണ്ടി ഇപ്പോൾ നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുക്കുന്നു അതാണ് മിഷൻ. ഇപ്പോൾ ആപ്പിളിൻ്റെ കേസിന് എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ലൈഫും സിംപ്ലിഫൈ ചെയ്തിട്ട് ടെക്നോളജീനെ ലൈഫിലേക്ക് ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞ പോലത്തെ ഒരു വിഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റീവ് ജോബ്സ് മാക്കിൻഡോഷും ഒക്കെ ഇറക്കിയിട്ടുള്ളത്, ഐപോഡുകളൊക്കെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വിഷൻ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്തുള്ള മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഐപോഡൊക്കെ ഇറക്കലാണെങ്കിൽ പിന്നെ ഐഫോണ്, പിന്നെ എയർപോഡ്, വിഷൻ പ്രോ, ഓരോ കാലഘട്ടത്തിലും മിഷൻസ് മാറിയിട്ട് പുതിയ പുതിയ മിഷൻസ് വരുമെങ്കിലും അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ബ്രാൻഡായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, വിഷൻ വേണം. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലെ മേജർ ഓപ്പറേഷൻസുകൾ ഉണ്ടാവും. അവിടെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അതാണ് ഇതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് അടുത്ത് നിന്ന് കറക്റ്റായിട്ട് എൻക്വയറീസും ലീഡ്സും സെയിൽസ് ടീമിന് വരുന്നുണ്ടാവും. സെയിൽസ് ടീം അത് കറക്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ടാവും. അവിടുന്ന് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടാവും. പിന്നെ അതേപോലെ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, ഫിനാൻസ് പോലത്തെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള ആക്ടിവിറ്റിയിലൊക്കെ ഈ ബ്രാൻഡ് പെർസോണയും കൾച്ചറും വാല്യൂസും വിഷനും മിഷനും പൊസിഷനിങ്ങും ഒക്കെ നടക്കുമ്പോഴാണ് അതൊരു ബ്രാൻഡായിട്ട് മാറുക. അപ്പോൾ അതാണ് നമ്മൾ ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് എങ്ങനെ ആയിരിക്കണം എന്ന് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അത് ആക്ഷനിലേക്ക് കൊണ്ടുവരണം. അത്രയും ചെയ്യുമ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ ബ്രാൻഡിങ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കേവലം ഡിസൈന്, ലോഗോ ഡിസൈനും കളർ തീമും വെച്ചുകൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന പോലെ ബ്രാൻഡിങ് നടക്കുന്നില്ല. ബ്രാൻഡിങ് നടക്കണമെങ്കിൽ ഇത്തരത്തിൽ കറക്റ്റ് ഒരു സ്ട്രാറ്റജി ഉണ്ടാവുകയും ആ സ്ട്രാറ്റജി നമ്മളുടെ ബിസിനസ് ഓപ്പറേഷനിൽ കൊടുക്കും വേണം. ആളുകൾ നോക്കുന്ന സമയത്ത് എന്താണ്, ഇതിപ്പോൾ ഒരു ഐസ്ബർഗ് ഉണ്ടാവില്ല, അത് വെള്ളത്തിൽ കിടക്കുന്ന പോലെയാണ്. ആളുകൾ കാണുന്നത് മുകളിലുള്ള ലോഗോയും ഡിസൈനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിലൂടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഡിസൈൻ കാണുമ്പോൾ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവാൻ അതിൻ്റെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതായിരിക്കും അവർ കാണുന്നത് ഈ മുകളിലത്തെ ടോപ്പ് പോർഷൻ മാത്രമായിരിക്കും. അപ്പോൾ ബ്രാൻഡിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണം. ഇനി എന്തൊക്കെയാണ് ശരിക്കും ബ്രാൻഡിങ്ങും അതേപോലെ തന്നെ വിഷ്വൽ ഐഡന്റിറ്റി സിസ്റ്റം, അതാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്, ലോഗോ ഡിസൈൻ മറ്റു കാര്യങ്ങളൊക്കെ. അത് എവിടെയാണ് ബ്രാൻഡിങ്ങിൻ്റെ കിടക്കണം എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് ശരിക്ക് എന്താണ്, ബ്രാൻഡിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, ആദ്യം ഒരു പ്ലാൻ ഉണ്ടാവുന്നു, അതിൻ്റെ ആക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ ഒരു മാപ്പിംഗ് ആണ് ശരിക്കും ഈ ഒരു ഫ്ലോ ചാർട്ടിലുള്ളത് കേട്ടോ. ഫസ്റ്റത്താണ് ബ്രാൻഡ് സ്ട്രാറ്റജി. ബ്രാൻഡ് സ്ട്രാറ്റജിയിൽ 2 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ബ്രാൻഡ് സബ്സ്റ്റൻസ് എന്നുള്ളതും, രണ്ടാമത് പൊസിഷനിങ് സ്ട്രാറ്റജി എന്നുള്ളതും. ഇപ്പോൾ നമ്മളിതിൻ്റെ ബ്രാൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണെങ്കിൽ, പൊസിഷനിങ് സ്ട്രാറ്റജി പറഞ്ഞാൽ അത് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിൻ്റെ സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും, രണ്ടാമത്തെ ഏരിയ എന്നുള്ളത് അത് എങ്ങനെ ആളുകളിലേക്ക് പൊസിഷൻ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ട്രാറ്റജിയാണുള്ളത്. ബ്രാൻഡ് സ്ട്രാറ്റജിയിൽ 2 കാര്യങ്ങളുള്ളത്. ബ്രാൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ബ്രാൻഡിൻ്റെ പർപ്പസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ വേൾഡിൽ എന്ത് ചേഞ്ചാണ് നമ്മൾ ആസ് എ ബ്രാൻഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ബ്രാൻഡ് പർപ്പസ്. ബ്രാൻഡിൻ്റെ വിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, മിഷൻ ഡിസ്കസ് ചെയ്തു, ബ്രാൻഡിന്റെ വാല്യൂസ് ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളായിരിക്കും ഇനീഷ്യലി നമുക്ക് വേണ്ടി വരിക. ഇനി ഇതൊക്കെ വരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു അനാലിസിസിന് ശേഷമാട്ടോ, അല്ലാണ്ട് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് പർപ്പസ് എന്താണെന്നുള്ളത് പറയല്ല. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അനാലിസിസും ഒക്കെ വെച്ചിട്ട് ഇത് എങ്ങനെയായിരിക്കും, ഇതിന്റെ ബ്രാൻഡിന്റെ അകത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷനിങ് സ്ട്രാറ്റജിയാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് എന്ത് ചെയ്യണം, ആളുകളുടെ ബ്രെയിനിൽ പൊസിഷൻഡ് ആവണം. നേരത്തെ ലെക്സും ഡെറ്റോളൊക്കെ സോപ്പിന്റെ കേസിൽ പൊസിഷൻഡ് ആണെന്ന് പറഞ്ഞ പോലെ ആളുകൾക്ക് ഒരു പെർട്ടിക്കുലർ ഇമോഷനിൽ എത്തുന്ന സമയത്ത് നമ്മളെ ചൂസ് ചെയ്യാൻ കഴിയണം. അതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളെ ഓഡിയൻസ് ആരാന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അവതാർ എന്നൊക്കെ പറയും. നമ്മളുടെ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആണ് ശരിക്കും നമ്മളുടെ ഓഡിയൻസ്. അപ്പോൾ അവരുടെ ഒരു പെയിൻ പോയിന്റ് ആയിരിക്കും നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ സോൾവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരെ പറ്റി കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ബ്രാൻഡിന്റെ ഡിഫറൻഷിയേഷൻ എന്താണെന്നുള്ളത്, ശരിക്കുള്ള വ്യത്യാസം എന്താണ്. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മളുമായി സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്നിടത്ത് എന്ത് ഡിഫറൻസ് ആണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയണം. അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊസിഷനിങ് ഉണ്ടാക്കുന്നത്. പിന്നെ ഡിസ്റ്റിങ്റ്റീവ്നെസ് ആണ്. അഥവാ ഈ ഡിഫറൻസ് എന്ത് ചെയ്യണം, ആളുകൾക്ക് വിഷ്വലിയും പറയുമ്പോഴും ഒക്കെ അവർക്ക് മനസ്സിലാവണം, ആ ഡിഫറൻസ് മനസ്സിലാവണം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിന്റെ കേസിൽ തന്നെ നമ്മൾ ചില പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓർഗാനിക് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് ഫുള്ള് വായിച്ചിട്ടൊന്നാവില്ല, അതിന്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഇത് ഓർഗാനിക് ആണ്. ഇനി അതേപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇപ്പോൾ ചോക്ലേറ്റ്സിന്റെ കേസിലൊക്കെ ചില ചോക്ലേറ്റ് കാണുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇമോഷനും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളെ ബ്രാൻഡിന് ഏത് തരത്തിലുള്ള ബ്രാൻഡ് ആയിക്കോട്ടെ, ഫുഡ് റിലേറ്റഡ് ആവണമെന്നില്ല, പ്രൊഡക്റ്റ് ആണെന്നില്ല, സർവീസ് ആണെന്നില്ല, നമ്മളെ ഡിസൈനും നമ്മളെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്ത് തരത്തിലാണ് ഒരു ഡിഫറൻസ് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ അതിൽ കൊടുത്ത ചിലപ്പോൾ ടാഗ് ലൈൻ ആയിരിക്കും, അതായിരിക്കും അവർ ഹുക്ക് ചെയ്യുന്നുണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യുന്ന ടാഗ് ലൈൻസ് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് എങ്ങനെയാണ് ഡിസ്റ്റിങ്റ്റീവ് ആവുന്നത് മറ്റ് ബ്രാൻഡിൽ നിന്ന് വിഷ്വലി എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. അത് ബേസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പൊസിഷനിങ് സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഇനി ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡിന്റെ എക്സ്പ്രഷനാണ്. എങ്ങനെയായിരിക്കും ആളുകളിലേക്ക് ഇത് എത്തുക എന്നുള്ളതാണ്. ഇത് ഫുൾ സ്ട്രാറ്റജി ആണല്ലോ സംസാരിച്ചത്. ഒന്നാമത്താണ് ബ്രാൻഡിന്റെ പെർസോണ എന്നുള്ളത്. ഈ ബ്രാൻഡിന്റെ പെർസോണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കിയിട്ട് അത് ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടീമിലാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഒരു ആള് നമ്മളെ ബ്രാൻഡിന്റെ അകത്തേക്ക്, നമ്മളെ കമ്പനിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ആ സമയം തൊട്ട് എന്താണ്, ആ ആള് ആ ബ്രാൻഡായിട്ട് മാറണം. ആ സ്വന്തം പേഴ്സണാലിറ്റി അവിടെ സൈഡിൽ വെച്ചുകൊണ്ട് ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റി നമ്മൾ എടുത്തു വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. ഏതായാലും കുഴപ്പമില്ല, പക്ഷെ ബ്രാൻഡിനകത്ത് വരുന്ന സമയത്ത് ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റി ആയിരിക്കണം. ഇപ്പോൾ ഒരു ഭയങ്കര ചൂടനായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ആ ആള് ഒരു കിഡ്സ് ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ആ ഷോപ്പിന്റെ അകത്തേക്കാണ് വന്നത് തൊട്ട് എന്ത് ചെയ്യണം, വളരെ സ്വീറ്റ് ആയിട്ട് പെരുമാറിയാൽ മാത്രമാണ് ആ കിഡ്സ് ഷോപ്പ് ഒരു ബ്രാൻഡായിട്ട്, അല്ലെങ്കിൽ ആ കിഡ്സ് ഷോപ്പ് നല്ല രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, പെർഫോമിംഗ് ആവുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ബ്രാൻഡിന്റെ പെർസോണ ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ. പിന്നെ നമ്മളുടെ ആഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാധാരണ കേസിലൊക്കെ എന്താണ്ടാവുക, ലോഗോ ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കുന്നു, മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കുന്നു, ഇത് വെച്ചിട്ട് ആഡ് ചെയ്യാൻ വേറൊരാൾക്ക് ഏൽപ്പിക്കുന്നു. അപ്പോൾ എന്താണ് പെർസോണ എന്നുള്ളത് ഉണ്ടാവില്ല. അത് ആഡ് ഏൽപ്പിച്ച ആള് അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈനറിന്റെ പേഴ്സണാലിറ്റി ആ ആഡിൽ ഇടുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രാൻഡിന് ഒരു പെർസോണ ഇല്ലാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, ആഡിൽ കാര്യങ്ങളിലൊക്കെ കറക്റ്റ് ഗൈഡ് ലൈൻ വേണം. ഇതാണ് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നുള്ളത് കറക്റ്റായിട്ട് വേണം. പിന്നെ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇപ്പോൾ ചില ബ്രാൻഡുകളൊക്കെ എന്തോ, ഇപ്പോൾ ഒരാൾ വരുന്നു ഇതിന് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ സ്പോൺസർ ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ ബിസിനസ് ഓണറിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചല്ല ചെയ്യേണ്ടത്. ബ്രാൻഡിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റി ഉള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് ചെയ്യാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്ത ബ്രാൻഡായിട്ട് മാറും. ചില ആൾക്കാരുണ്ടല്ലോ, എല്ലായിടത്തും പോയി തലയിടുമ്പോൾ നമ്മൾ ആളെ പറ്റി എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി ഇല്ല, ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരാളെന്ന് പറയും. അതേപോലെ ബ്രാൻഡിന് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ആളായി മാറും ആക്ടിവിറ്റീസിൽ പേഴ്സണ നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ ബ്രാൻഡിന്റെ കമ്മ്യൂണിക്കേഷനാണ്. ഈ കാര്യങ്ങളൊക്കെ പേഴ്സണാലിറ്റി ആണെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജിങ് ആണ്. എന്താണ് ആക്ച്വലി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പർപ്പസ് എന്നൊക്കെ പറഞ്ഞു, ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവും ബ്രാൻഡിന് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എന്താണ് ആ ബ്രാൻഡ്
വേൾഡിന് കൊടുക്കുന്ന മെസ്സേജ് എന്നുള്ളത് കറക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് ഫ്രെയിം വർക്ക് ഉണ്ടാവണം. ഈ മെസ്സേജ് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് കേൾക്കുന്ന ആൾക്കൊരു ഇൻട്രസ്റ്റ് വരണമല്ലോ, കേട്ടിരിക്കാൻ തോന്നണം. അവിടെ എന്ത് വേണം? ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫ്രെയിം വർക്ക് വേണം. സ്റ്റോറി ടെല്ലിംഗ് ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആക്ട് 1, ആക്ട് 2, ആക്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. 3 ആക്റ്റുകളായിട്ടായിരിക്കും എല്ലാ സ്റ്റോറീസും ഉണ്ടാവുക. ആദ്യം ഒരു ബിഫോർ സ്റ്റേജ് ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടുണ്ടാവും, ആ ഇഷ്യൂവിന് ശേഷം ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ട് പിന്നെയും ഹാപ്പിയർ ആയിട്ടുള്ള എൻഡിങ് ഉണ്ടാവും. ഇങ്ങനെയാണ് പൊതുവെ എല്ലാ സ്റ്റോറീസും ഉണ്ടാവുക. അങ്ങനെ ഒരു 3 ആക്ട് ഫോമിലാവുമ്പോഴാണ് ആ സ്റ്റോറി കേൾക്കുന്ന ആൾക്ക് എന്താണത് ഇൻട്രസ്റ്റിംഗ് ആണത്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കോർ മെസ്സേജ് ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫ്രെയിം വർക്ക് നമുക്ക് വേണം. അത് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു പ്രസ് മീറ്റിൽ നമ്മളെ ബ്രാൻഡിനെ പറ്റി പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫ്രെയിം വർക്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ഈ വലിയൊരു സ്റ്റോറി ടെല്ലിംഗ് ഫ്രെയിം വർക്കിനെ ഒരു മിനിമൽ ടാഗ് ലൈനിക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ അതെന്തായി ബ്രാൻഡിൻ്റെ ടാഗ് ലൈനായിട്ട് മാറി. ഒരു ടാഗ് ലൈനിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 ആക്ട് ഒളിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അത് ബേസ് ചെയ്തിട്ട് എന്ത് വേണം? ഇങ്ങനത്തെ ഒരു ടാഗ് ലൈൻ കൊടുക്കണം. ഇപ്പോൾ എല്ലാ കേസിലും 3 ആക്ട് ഇങ്ങനെ വിഷ്വലി വരണമെന്നൊന്നുമില്ല. ആ ടാഗ് ലൈൻ കാണുന്ന സമയത്ത് കറക്റ്റ് കണക്റ്റ് ആവുന്ന രീതിയിൽ, കറക്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ ബ്രാൻഡിൻ്റെ ടാഗ് ലൈൻ ഉണ്ടാവണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് വിഷ്വൽ എക്സ്പ്രഷൻ. ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എന്ത് പറയണം എന്നുള്ളത് കറക്റ്റായി. ഇപ്പം എനിക്ക് പറയാൻ ആളുകളോട് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, ഞാൻ ഡിസ്റ്റിങ്റ്റീവ് ആവുന്ന രീതിയിൽ, ഡിഫറൻഷ്യേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഞാനൊരു മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ എന്തൊക്കെ ഞാൻ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒക്കെ ആയി. അടുത്തതെന്താണ്? ഞാൻ എങ്ങനെ അവിടെ പ്രസൻറ്റ് ആവണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിഷ്വൽ എന്തായിരിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ PR വർക്കുകളൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഏത് രൂപത്തിൽ ചെയ്യണം, എങ്ങനെ, എവിടെ എന്ത് പറയണം, ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറയില്ല. അതിൽ ആ ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞ പാർട്ട് പോലെയാണ് നമ്മുടെ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം വിഷ്വലി എങ്ങനെയായിരിക്കും ബ്രാൻഡിനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിലാണ് ഫസ്റ്റ് ബ്രാൻഡ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞത്. നമ്മൾ കേട്ടില്ലേ നേരത്തെ പറഞ്ഞ പോലെ ലോഗോ, കളർ തീം, ഫോണ്ടിൻ്റെത്, അതൊക്കെ എന്താണ്? ബ്രാൻഡ് ഐഡന്റിറ്റിയാണ്. പിന്നെയുള്ള ബ്രാൻഡ് പ്രസൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ഇത് വെച്ചിട്ടുള്ള ഡിസൈൻസുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് ബ്രാൻഡ് അവയർനെസ് ആഡും പെർഫോമൻസ് മാർക്കറ്റിംഗ് ആഡുകളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ആവണം. പ്രസന്റ് ആവുമ്പോഴാണ് അവരിത് കാണുന്നത്, വിഷ്വലി അട്രാക്റ്റ് ആവുന്നു, അതിൽ പറയുന്ന കാര്യങ്ങളിലൂടെ ഒരു ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പെർസോണ ഉണ്ടാവുന്നു, ഈ കാര്യങ്ങളിലൂടെ പൊസിഷനിങ് നടക്കുന്നു, അതിലൂടെ നമ്മളുടെ ബിഗ് വിഷനും വാല്യൂസൊക്കെ ആളുകൾക്ക് ഇൻസ്പയർഡ് ആവുന്നു. ഈ തരത്തിലാണ് ബ്രാൻഡിങ് നടക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ ബ്രാൻഡിങ്ങിൻ്റെ ഒരു മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എത്രയും കാര്യങ്ങൾ സംഭവിക്കണം ശരിക്കും ഒരു ബ്രാൻഡിങ്ങിൻ്റെ പ്രോസസ്സിൽ. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് പ്രോസസ്സാണ്. ഈ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക, അത് ബേസ് ചെയ്തിട്ട് ഓരോ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക, 1 വർഷത്തെ 2 വർഷത്തെ പ്ലാനുകൾ മൊത്തം പ്രീ പ്ലാൻ ചെയ്യുക. ഇതാണ് ആക്ച്വലി വലിയ ബ്രാൻഡുകളും എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡായിട്ട് വന്ന ആളുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ബ്രാൻഡായിട്ട് മാറുന്നത്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണത്? ബ്രാൻഡിങ് എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏകദേശം ബ്രാൻഡിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ ഈ വീഡിയോയിൽ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കമൻറ്റുകളും ഒക്കെ താഴത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ബിസിനസ്സുകാർക്കും അതേപോലത്തെ ഡിസൈനേഴ്സിനും മാർക്കറ്റേഴ്സിനും ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.